മുതലാളിയാണോ? ഇവിടത്തെ കുഴപ്പമായി നിക്ക. ആളുകൾ കാശ് തിരിച്ചു ചോദിക്കുന്നു. എന്തോ? ആ, ഇങ്ങോട്ട് വരുന്നോ? എപ്പോ? രാത്രിയോ? ആ, ശരി ശരി, വെക്കട്ടെ. ആ, മുതലാളി വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കാത്തിരിക്കായിരുന്നു. ആ, കളക്ഷൻ മുഴുവൻ എടുക്ക്. ലോഡ് വരാത്തോണ്ട് ആകെ പ്രശ്നമായിരിക്കാണ്. നാട്ടുകാരോട് നാളെ അവധി പറഞ്ഞിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ അസീസ് വാനുമായിട്ട് വരും. ഈ സാധനങ്ങളൊക്കെ അതിൽ കയറ്റി ഈ കൊണ്ട് വന്നേക്ക്. അല്ല, സാധനങ്ങൾ കൊണ്ടുവന്ന് പറഞ്ഞ ആ, നമ്മൾ ഇവിടുത്തെ പരിപാടി നിർത്തുക. അയ്യോ, അപ്പൊ നാട്ടുകാരെ പിരിച്ച കാശ് എന്റെ കയ്യിൽ നിന്ന് ഈ കൊടുത്തോ? അല്ല മുതലാളി, ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞാണ്ട് ചെയ്താ മതി. എല്ലാവരെയും കബളിപ്പിക്കാനാണ് നോക്കുന്നെങ്കിൽ ഞാൻ അതിന് കൂട്ടു നിൽക്കില്ല. പീറ്ററെ, നീ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണെന്ന് അസീസിന്റെ ഒറ്റ വാക്കിന്റെ പുറത്താ നിനക്ക് ഞാൻ പണി തന്നത്. ഈ നിമിഷം വരെ നിങ്ങളോട് ഞാൻ വിശ്വാസക്കാർ കാണിച്ചിട്ടില്ല, ഇനി കാണിക്കുകയുമില്ല. പക്ഷെ ഇത് വഞ്ചനയാ. നിനക്കറിയോ, റോട്ടുമെന്ന് വന്നവനാ ഞാൻ. എന്നെ കുത്തി മലത്തിയിട്ട് ഇത് മുഴുവൻ പറക്കെടുത്തോണ്ട് പോകാൻ എനിക്ക് അറിയാനിട്ടല്ല. മര്യാദക്ക് ഞാൻ പറയുന്നത് കേട്ടോ. വരട്ടാ മുതലാളി, നിങ്ങൾ കാണിക്കാൻ തെമ്മാടിത്തരത്തിന് കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. നിങ്ങൾ ഇവിടെ നിന്ന് കാശിന്റെ എടു, ഞാൻ നാട്ടുകാർക്ക് തിരിച്ചു കൊടുത്ത് മാപ്പ് പറഞ്ഞോളാം. മുതലാളി, മുതലാളി, ഒരു ദിവസം നിന്നെ എന്റെ കൈക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പാല് തന്ന കൈക്ക് തന്നെ കൊത്തി സ്വന്തം മുതലാളിയുടെ വള്ളയ്ക്ക് തന്നെ കത്തിക്കേറ്റില്ലടാ. സത്യം പറ, എല്ലാം മനസ്സിൽ ഉറപ്പിച്ച് പ്ലാൻ ഇട്ടല്ലേ നീ അയാളെ വിളിച്ചു വരുത്തിയത്? അല്ല സാർ, അയാളെ കാശും എടുത്തോണ്ട്. അയാളുടെ കയ്യിലെ കാശും പിടിച്ചു പറിച്ച് നീ ഓടാൻ ശ്രമിച്ചു. അയാൾ വിടില്ല എന്നായപ്പോ നീ കത്തിക്കേറ്റി. അതിനാണ് സംഭവിച്ചത്. സാർ, ഇനി അയാളെ തല്ലരുത്. എന്തോ സാർ, ദയവ് ഇതിനി അയാളെ ഉദ്രവിക്കരുത്. ആഹാ, എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്ക. പ്രതിയെ കൊണ്ട് എങ്ങനെയാ സത്യം പറയിപ്പിക്കണമെന്ന് എനിക്കറിയാം. മനസ്സിലായോ? പറയടാ, ഞാൻ പറഞ്ഞല്ലേ സത്യം? അല്ല അല്ല അല്ലാന്ന് പറ്റുമെങ്കിൽ നീ കോടതി തെളിയിക്കടാ. എടാ, കർത്താവ് തമ്പുരാൻ വിചാരിച്ചാ പോലും നിനക്കിനി രക്ഷയില്ല. ഒന്നുകിൽ കയറ്, അല്ലെങ്കിൽ ഇനിയുള്ള കാലം ജയില്. രണ്ടിലൊന്ന് ഉറപ്പ്. ഓ, തല്ലി ചതച്ചൊരു പരുവാക്കിയില്ലേ അവനെ. നീ നോക്കിക്കോ, ഈ കരിമ്പാറ പുഴുത്തേ ചാവും. പീറ്ററിന് ശിക്ഷ കിട്ടുവോ? കിട്ടാതെ എങ്ങനെയാ? തെളിവുകളൊക്കെ അവനെതിരല്ലേ. അതും പോരാത്തതിന് ആ കരിമ്പാറയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇങ്ങനെയൊന്നും ഊരാൻ പറ്റില്ല. പിന്നെ ദൈവാധീനം ഉണ്ടെങ്കിൽ എന്നാലും പാടാ. പീറ്റർ പറഞ്ഞായിരിക്കും സത്യം, എനിക്കത് ഉറപ്പാ. ആ, പ്രതിയുടെ മൊഴി അടിസ്ഥാനാക്കി കേസ് വിധിക്കുന്ന സമ്പ്രദായം ഈ നാട്ടിലില്ലല്ലോ. എന്തോ ഒന്നും എനിക്കറിയില്ല. ആ, അയാളെ വെറുതെ വിട്ടാ മതിയായിരുന്നു. എന്തായാലും നാളെ കോടതി കൊണ്ടുവല്ലേ. ദൈവം രക്ഷിക്കട്ടെ.
എഴുന്നേക്ക്. ചായ കുടി. കുടിച്ചോളൂ. എന്താണ് അവിടെ ബഹളം? സാർ ഞങ്ങൾക്ക് പീറ്ററിനൊന്ന് കാണണം സാർ. ഞങ്ങളുടെ കാശ് വാങ്ങിച്ചോണ്ട് പോകാൻ ഞങ്ങൾ അങ്ങനെ സമ്മതിക്കത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കോടതി ഇപ്പൊ പറയണം. ഇത് പോലീസ് സ്റ്റേഷനാണ്, നിന്റെ ഒന്നും തന്തര വകയല്ല. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയ എല്ലാത്തിനും ചവിട്ടി നാട്ടിലേനെ ഉരുക്കളയും. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ സാർ ശരിയാവുന്നത്? ഞങ്ങൾ പീറ്ററിനെ കാണാൻ സാർ, എന്താടോ? ആ പീറ്ററിന് തീരെ വയ്യ സാർ. കള്ള റാസ്കൽ, അവന്റെ അടവാത്. അല്ല സാർ, സത്യമായിട്ട് അയക്ക് തീരെ വയ്യ. വല്ല ഹെൽത്ത് സെന്ററിലോ മറ്റോ കാണിച്ചാ? ഓ പിന്നെ ഹെൽത്ത് സെന്റർ. ഓ. താൻ പേപ്പറെല്ലാം ശരിയായിക്കേ. 10 മണിക്ക് കോടതി കൊണ്ടുപോണ്ട. സ്റ്റേഷൻ ബോട്ട് റിപ്പയർ ആണ് സാർ. സ്റ്റേഷൻ ബോട്ട് റിപ്പയർ ആണ്, പാസഞ്ചർ ബോട്ട് കൊണ്ടുപോകണം. അല്ല എന്താ? ശരി സാർ. ആ അച്ഛാ, അച്ഛാ, എന്താ മോളെ? ആ ബോട്ട് ഒന്ന് നിർത്തിക്കേ. അച്ഛാ, ബോട്ട് ഒന്ന് നിർത്താൻ. എന്തിനാ? അമ്മ കിണറ്റിക്കരയിൽ തലചുറ്റി വീണു. എവിടെ വീണെന്ന്? അയ്യോ, അമ്മ കിണറ്റിക്കരയിൽ തലചുറ്റി വീണെന്ന്. അത് നീ എന്നോട് വന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ ഡ്യൂട്ടിയിലല്ലേ. വൈദ്യരെ ചെന്ന് വിളിക്കേ. വൈദ്യരെ വിളിച്ചാൽ പറ്റത്തില്ല. അന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ ഇനി തലചുറ്റൽ വരുമ്പോ കൊണ്ട് ചെല്ലണമെന്ന്. ഞാനിപ്പോ എങ്ങനെയാ മോളെ വരുന്നത്? അത് പറ്റില്ല. അച്ഛൻ ബോട്ട് അടുപ്പിക്കും. സാർ, ബോട്ട് അടുപ്പിക്കാം. ആ ബോട്ടൊന്ന് അടുപ്പിച്ചേ. നീ എന്താ മോളെ ഈ പറയുന്നത്? ഞാനിപ്പോ എങ്ങനെ വരാനാ? ഇയാളെ കോടതി കൊണ്ടുപോകണം. അതൊന്നും എനിക്കറിയാൻ വയ്യ. അച്ഛൻ അവിടെ വരെ ഒന്ന് വന്നേച്ചു പോ. അതിപ്പോ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? സാറ് പൊക്കോളൂ. എന്നാ ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം. നിന്റെ പുറകെ തന്നെ ഞാൻ കോടതിയിലേക്കാം. ഈ ഫയൽ വെച്ചേ. ശരി സാർ. എന്നാ അപ്പുറത്തേക്ക്. എങ്ങനെ കൊല്ലാൻ തോന്നി? കൊല്ലാനൊരുങ്ങിയത് സേട്ടുവാ. എനിക്ക് രക്ഷപ്പെടണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇനിയും ജീവിച്ചിരിക്കേണ്ട ആവശ്യമുണ്ട് എനിക്ക്. എനിക്ക് വേണ്ടി കേസ് പറയാനോ ജാമ്യത്തിലെടുക്കാനോ ആരുമില്ല. ഞാനൊരു സഹായം ആവശ്യപ്പെട്ട നിങ്ങൾ ചെയ്യുമോ? എന്നെ കൂടെ കഴിയുന്നതാണെങ്കിൽ. ഒരാഗ്രഹം ഇനി നടന്നില്ലെങ്കിലോ എന്ന് ഓർത്തിട്ടാ. എനിക്ക് എൻ്റെ അമ്മച്ചി ഒന്ന് കാണണം. ഒന്ന് കണ്ടാൽ മാത്രം മതി. അതിന് പീറ്ററിന്റെ വീട് നമ്മൾ പോന്ന വഴിക്കാ. ഒന്ന് ഇറങ്ങിക്കണ്ട അപ്പൊ തന്നെ തിരികെയും ചെയ്യാം. അതേ നാൾ ഇനി അവർ ജീവിച്ചിരിക്കില്ല. ശവമടക്കിന് എനിക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലോ? നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരുതി പറഞ്ഞതാ. ബുദ്ധിമുട്ടാവുമെങ്കിൽ. അല്ല, ഞാൻ ഇറങ്ങേണ്ട സ്ഥലത്തുമ്പോ പറഞ്ഞോളൂ. എവിടെ? ഇതില് ശ്രീനി സാർ, ഇതാ വീട്. വരൂ. ചെല്ലേ, കണ്ടിട്ട് പെട്ടെന്ന് വരണം. എന്താ വീട്ടറെ? ഞാനിതും വെച്ചോണ്ട് അമ്മച്ചിയുടെ മുമ്പിലോട്ട് എന്നാൽ അത് മതി. അവർ ചങ്ക് പൊട്ടിച്ചാവുന്നത് ഞാൻ കാണേണ്ടി വരും. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് അഴിച്ചു തന്നാൽ. അയ്യോ, അത് പാടില്ല, നിയമവിരുദ്ധ. എന്നെ വിശ്വസിക്കാം. ഒന്ന് കണ്ടേച്ച് ഞാനിഞ്ഞ് ഓടി വരാം. എന്താ വീട്ടറെ ഇത്? ശരി, അഴിച്ചു തരാം. പക്ഷെ ഞാനും കൂടെ വരും. ഈ വേഷത്തിൽ നിങ്ങൾ എന്റെ കൂടെ വന്നാൽ ഞാൻ എന്തു പറയാം അമ്മച്ചിയോട്? അങ്ങനെ പാടില്ലെന്നാ. എങ്കിലും ഞാൻ ചെയ്യാം. പെട്ടെന്ന് തിരിച്ചു തന്നെ.
നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ചെല്ല്, വേഗം ഇങ്ങ് എത്തിയാ മതി. കണ്ടില്ലേ, ഇനി വാ പോവാം. കണ്ടു. അടുപ്പത്ത് അരി തിളക്കിയ അത് വെന്ത് കഴിഞ്ഞാ ഒരു കോപ്പ കഞ്ഞി എന്റെ കൈ കൊണ്ട് അമ്മച്ചിക്ക് കൊടുക്കണമെന്നുണ്ട്. നിങ്ങൾ അനുവദിച്ചാൽ. ഇനി ഒരിക്കലും എനിക്കതിന് കഴിയില്ലല്ലോ. സമയം പോകുന്നു, അതറിയാലോ. ചെല്ല്, വേഗാവട്ടെ. എന്താ സാറേ? ഏയ്, പീറ്ററിന്റെ കൂടെ വന്നാ? പീറ്ററോ? ആ, ഇവിടെ താമസിക്കുന്നില്ല അമ്മച്ചി, അവരുടെ മോൻ. അയ്യോ സാറേ, ഇവിടെ ആരും താമസമില്ല. ഇത് വറീച്ച മുതലുള്ള ചാരായ കൂടണോ? താൻ എന്തായി പറയുന്നത്? അതെ സാർ. പീറ്റർ, പീറ്റർ! സാർ, ശ്രീനിയോ? എന്താണോ? ഒരു മിനിറ്റ് ഒന്ന് വരൂ. എന്താണോ? എന്ത് പറ്റി? എല്ലാം പറയാം സാർ. മോളെ ചന്ദ്രികേ, എന്താ അമ്മേ? ഇത്തിരി വെള്ളം താ. ഇപ്പൊ കൊണ്ടുവരാം. എന്റെ ഈശ്വര, എന്താ അബദ്ധാ താനീ കാണിച്ചത്? ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് തനിക്ക് വല്ല പിടിയുണ്ടോ? സാർ, ഞാൻ എടോ, അയാളുടെ വീട് താമരപ്പിള്ളിലാണെന്നല്ലേ മൊഴി വന്നിരിക്കുന്നത്. പിന്നെന്തിനാ താൻ അയാളും കൊണ്ടാ കാട്ടുമുക്ക് ഇറങ്ങിയത്? അയാളുടെ അമ്മയുടെ കാര്യം എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒന്നും ഓർത്തില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും സാർ? എനിക്കൊന്നും അറിയില്ല. ഇന്നേ വരെയുള്ള സർവീസിൽ മേലുദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ തലകൊണ്ടിക്കേണ്ട സന്ദർഭം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അറിയോ എനിക്ക്? സാർ, ഞാൻ പീറ്ററിന്റെ സ്ഥലം വരെ ഒന്ന് പോവാം. അവൻ നേരെ നാട്ടിൽ ചെല്ലാനാണ് സാധ്യത. എങ്ങനെ അവനെ കൊണ്ട് എത്ര വേഗം ഞാൻ തിരിച്ചെത്താം? എന്താ ശ്രീനിവാസ താനീ പറയുന്നത്? താൻ അവിടെ ചെല്ലുന്നവരെ അവനവിടെ കാത്തു നിൽക്കൂ. ഇനി ആ കരിമ്പാറോട് എന്ത് പറയുന്ന ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഒരു പിടിയും സാർ കിട്ടുന്നത്. തൽക്കാലം എന്തെങ്കിലും പറഞ്ഞു നിൽക്കണം. എനിക്ക് ഉറപ്പ് അവനെ കണ്ടുപിടിക്കാന്ന്. നീ പോയാ അതേ ഒരു മാർഗ്ഗമുള്ളൂ. താമരപ്പള്ളിയിൽ അവൻ എത്തുമ്പോഴേക്കും എനിക്ക് അവിടെ എത്തണം.